മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ ജീവനൊടുക്കിയ കേസിൽ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു. എം സലാഹുദ്ദീനെയാണ് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. മരിച്ച ഡോക്ടർ ഷഹാനയുടെ പ്രതിശ്രുത വരനായ ഡോക്ടർ എ റുവേസാണ് കേസിലെ പ്രതി. 2023 മെഡിക്കൽ കോളേജിലെ ഡോക്ടറും തിരുവനന്തപുരം വെഞ്ഞാറുമൂട് സ്വദേശിയുമായ ഷഹാനയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റുവേസ് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്നതാണ് ആത്മഹത്യയിൽ കലാശിച്ചത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടറും തിരുവനന്തപുരം വെഞ്ഞാറുമൂട് സ്വദേശിയുമായ ഷഹാനയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വരൻ അമിതമായി സ്ത്രീധനം ആവശ്യപ്പെട്ടു. അതാണ് ഡോക്ടറുടെ ആത്മഹത്യയിൽ കലാശിച്ചത് എന്നുകൂടി എന്തായാലും കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ ജീവനൊടുക്കിയ കേസിൽ ഇപ്പോൾ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചിരിക്കുന്നു. എം സലാഹുദ്ദീനെയാണ് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചിരിക്കുന്നത്. മരിച്ച ഡോക്ടർ ഷഹാനയുടെ പ്രതിശ്രുത വരനായ ഡോക്ടർ എ റുവേസാണ് കേസിലെ പ്രതി. 2023 മെഡിക്കൽ കോളേജിലെ ഡോക്ടറും തിരുവനന്തപുരം വെഞ്ഞാറുമൂട് സ്വദേശിയുമായ ഷഹാനയെ പ്രതിശ്രുത വരനും ഡോക്ടറുമായ റുവേസ് അമിതമായി സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് എന്തായാലും യുവ ഡോക്ടർ മരിച്ചത്, ആത്മഹത്യ ചെയ്തത് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ എന്തായാലും കണ്ടെത്തിയത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ തൂങ്ങി മരണത്തിൽ സർക്കാർ ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചിരിക്കുകയാണ്. എം സലാഹുദ്ദീനെയാണ് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചിരിക്കുന്നത്.